അപ്പം ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ഒരു അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ ഒരു പുതുക്കിയ രൂപം, അതാണ് നിയോ ക്ലാസിക്കൽ. അത് ശരിക്കും ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ ആണെന്ന് പറയാം. മാനേജ്മെന്റിലേക്ക് ബിഹേവിയറൽ സയൻസ് കൂടി വന്നപ്പോഴാണ് നിയോ ക്ലാസിക് തിയറീസ് ഉണ്ടായത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക്, സയന്റിഫിക് എന്ന രീതിയിൽ മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സംവിധാനമല്ല. മറിച്ച് ഒരുപാട് ആളുകൾ ചേർന്ന് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ആ ആളുകളുടെ പെർഫോമൻസ് ഈ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ ഹ്യൂമൻ ആക്ഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഓർഗനൈസേഷനെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നൊരു കോൺസെപ്റ്റാണ്. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ പെരുമാറ്റങ്ങൾ, മാനേഴ്സ്, ബിഹേവിയേഴ്സ്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഇതൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, പല വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള, പല വിശ്വാസങ്ങളുള്ള ഒരുപാട് ആൾക്കാരിൽ ഒത്തുചേരുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും ഹ്യൂമൻ ആക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഓർഗനൈസേഷനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷനിൽ ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, നിങ്ങളൊരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുന്ന സംവിധാനം ഒരു ഫോർമൽ സിസ്റ്റമാണ്. പക്ഷെ ഒരു കോളേജിലെ നിങ്ങളുടെ സൗഹൃദങ്ങൾ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങുന്നതാണോ? BBA ആണെങ്കിലും ഏറ്റവും നല്ല കൂട്ടുകാർ നിങ്ങൾക്ക് BComലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്സിലായിരിക്കും. സോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഫോർമൽ എന്ന ചട്ടക്കൂടിനുള്ളിലുള്ള ഗ്രൂപ്പുകളിലേക്ക് മാത്രമല്ല, മറിച്ച് ഇൻഫോർമലും ഫോർമലുമായിട്ടുള്ള പല വിധത്തിലുള്ള ഗ്രൂപ്പുകളും ഒരു ഓർഗനൈസേഷനിൽ കാണും. ഈ ഇൻഫോർമൽ സ്ട്രക്ചർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്നത് വ്യക്തി ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് കൊണ്ടും, അങ്ങനെയുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ഓർഗനൈസേഷന്റെ ഫോർമൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ എന്ന് മനസ്സിലാക്കണം. ആ ബിഹേവിയർ ഉണ്ടെന്നും ആളുകൾ ഉണ്ടെന്നും അത് ഒരാൾ മാത്രമല്ല എന്നും ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് മാത്രമല്ല എന്നും ഇൻഫോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നിടത്താണ് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്നാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. പിന്നെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത് ഇൻഡിവിജ്വലിനെ മോട്ടിവേറ്റ്, അവർ പല രീതിയിലാണ് ഇൻഡിവിജ്വൽസിന്റെ മോട്ടിവേഷൻ. അപ്പൊ ഇൻഡിവിജ്വൽസ് ആർ ഡൈവേഴ്സ്ലി മോട്ടിവേറ്റഡ് ആൻഡ് അവർക്ക് അവരുടെ മോട്ടിവേഷൻ അനുസരിച്ചിട്ട് ചില വാണ്ട് ആൻഡ് നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പൊ ആ മോട്ടിവേഷൻ എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു കാറ്റഗറിയാണ് ഒരു ഓർഗനൈസേഷനിൽ. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എത്രത്തോളം എഫിഷ്യൻസിയിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് ചെയ്യപ്പെടുന്നുണ്ട് ഫ്രം ആൻഡ് ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ടീം റിക്വസിറ്റ് ആണ്. ഒരു ഓർഗനൈസേഷന്റെ സക്സസിനും സൗണ്ട് ഫങ്ഷനിങ്ങും വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ടീം വർക്ക്. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന മോട്ടിവേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ടിക്ക് ആയാലും ഇതൊക്കെ പോസിബിൾ ആകുന്നത് ബിഹേവിയറൽ അപ്രോച്ചിലൂടെ മാത്രമാണ്. ദാറ്റ് ഈസ് ഹൗ ഇൻഡിവിജ്വൽ ഇന്ററാക്ട് ആൻഡ് റെസ്പോണ്ട് ടു ഈച്ച് അതർ. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, മറ്റുള്ളവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതിനെ ആശ്രയിച്ചിട്ടിരിക്കും ഈ പറയുന്ന മോട്ടിവേഷനും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനും ടീം വർക്കും എല്ലാം. സോ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ അവർ ഇമ്പോർട്ടൻസ് പറയുന്നത് ഈ കാര്യങ്ങൾക്കും കൂടിയാണ്. ഇനി നിയോ ക്ലാസിക്കൽ തിയറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ഒരു വ്യക്തിയോ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു സൊസൈറ്റി
അങ്ങനെയുള്ള ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഫാക്ടർ ഈ സോഷ്യൽ സിസ്റ്റത്തിന്, ഈ സോഷ്യൽ സിസ്റ്റം തന്നെ വർക്കാകുന്നത് ഹ്യൂമൻ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ഈ സോഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫാക്ടറാണ്. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല. മറിച്ച് പ്രൊഡക്ടിവിറ്റിനെയും വർക്കർ പ്രൊഡക്ടിവിറ്റിനെയും സാറ്റിസ്ഫാക്ഷനെയും നേരിട്ടിട്ട് എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഡോമിനേറ്റ് ചെയ്യുന്നത് അയാൾ ഏത് ഗ്രൂപ്പിലെ മെമ്പറാണ്. അത് നമുക്കറിയാം. ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും എന്തെല്ലാം ഫോർമൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ചിന്തയുടെ ഒരു വേവ് ലെങ്ത്തിനും ഫ്രീക്വൻസിക്കും ഒക്കെ അനുസരിച്ചുള്ള ഏതെങ്കിലുമൊക്കെ ഇൻഫോർമൽ ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കും നമ്മളൊക്കെ. അപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന ഫോർമൽ ഗ്രൂപ്പിനെക്കാട്ടിലും ഉപരി നമ്മുടെ ആശയങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈ ഇൻഫോർമൽ ഗ്രൂപ്പിനെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുക. ഇനി സോഷ്യൽ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് നമുക്ക് സത്യം പറഞ്ഞാൽ ടെക്നിക്കൽ സ്കിൽസിന് പുറമെ വളരെ ആവശ്യമാണ്. കാരണം നമ്മൾ നിലനിൽക്കുന്നത് ഒരു സോഷ്യൽ സിസ്റ്റത്തിലാണ്. ആ സോഷ്യൽ സിസ്റ്റത്തിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനും മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുള്ളൂ. സോഷ്യൽ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത് ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലി ചെയ്യാൻ അറിയാം എന്നതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു സോഷ്യൽ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് കൂടി വളരെ അത്യാവശ്യമാണ്. പിന്നെ മൊറൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതായത് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ മൊറാലിറ്റി, നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ചില വാല്യൂസും ആ പ്രൊഡക്ടിവിറ്റിയും അത് രണ്ടും രണ്ടല്ല. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിലും ഒരു സോഷ്യൽ സിസ്റ്റം ഭാഗം എന്ന നിലയിലും നമ്മൾ വെച്ച് പുലർത്തുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ മൊറാലിറ്റിയും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി. അപ്പൊ അത് രണ്ടും രണ്ടല്ല. ഒരാളെ അയാളുടെ ബിഹേവിയറിൽ നിന്നും അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഫോർമൽ ഗ്രൂപ്പിൽ നിന്നും അയാളുടെ ക്യാരക്ടറിൽ നിന്നും പേഴ്സണാലിറ്റിയിൽ നിന്നും ഒന്ന് മാറ്റി വെച്ച് നമുക്ക് അയാളുടെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടി ചേരുന്നതാണ് സത്യത്തിൽ അയാളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാം, നമുക്കിപ്പോ ചില ദിവസം നമുക്ക് മെന്റലി ഒരു സുഖമില്ല, നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടല്ല, മറിച്ച് എന്തോ നമുക്കൊരു സുഖമില്ല, നമ്മുടേതായിട്ടുള്ളൊരു അപ്പൊ അത് ആക്ച്വലി അന്നത്തെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി. നമ്മൾ നല്ലപോലെ പണിയെടുക്കാൻ അറിയണ ആൾ തന്നെയാണ്. അതിന് വേണ്ട ക്വാളിഫിക്കേഷനിലൊക്കെ സെറ്റായിട്ട് തന്നെയാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. പക്ഷെ ഓരോ ദിവസവും നമ്മളുടെ വ്യക്തിബന്ധങ്ങള്, നമ്മൾക്ക് ഓർഗനൈസേഷനിൽ നിന്നുള്ള മറ്റ് ബന്ധങ്ങള്, ഇതൊക്കെ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. അതാണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നിയോ ക്ലാസിക്കൽ തിയറി പറയുന്നതാണ്. നമുക്കത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രൊഡക്ടിവിറ്റീനെയോ ഒരാളെയോ നമുക്ക് മെഷർ ചെയ്യാനുള്ള പെർഫോമൻസിനെയോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഫീച്ചേഴ്സ്.